Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വേർബ്സിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ്, പിന്നെയോ ട്രാൻസിറ്റീവ്, അതുപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് വേർബ്സ്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റീവ് വേർബ്സ്, സ്റ്റേറ്റീവ്, അതുപോലെ ഡൈനാമിക് വേർബ്സ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്കിങ് വേർബ്സ് ആണ് കേട്ടോ. അതായത് ലിങ്കിങ് വേർബ്സ് എന്നുള്ളത് ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലിങ്കിങ് വേർബ്സ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം ആ ലിങ്കിങ് വേർബ്സിന്റെ എന്താണ് അത് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആദ്യം പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ലിങ്കിങ് വേർബ്സ് കേട്ടോ. ലിങ്കിങ് വേർബ്സ് ആർ ദോസ് വേർബ്സ് which connect subject with its complement. അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ കോംപ്ലിമെന്റിനെയും കണക്ട് ചെയ്യുന്ന വെർബാണ് ഏത്? ലിങ്കിങ് വെർബ്. സബ്ജക്റ്റിനെയും കോംപ്ലിമെന്റിനെയും കണക്ട് ചെയ്യുക. സബ്ജക്റ്റിനെയും കോംപ്ലിമെന്റിനെയും കണക്ട് ചെയ്യുന്ന വെർബ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. എല്ലാ സെന്റൻസിലും നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്നും വെർബ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു സെന്റൻസിനെ സംബന്ധിച്ചിടത്തോളം വെർബിന് ശേഷം വരുന്നതെല്ലാം എന്തല്ല? ഒബ്ജക്റ്റ് അല്ല, അല്ലെ? അതായത് നമ്മൾ ആ വെർബിനോട് എന്ത്, ആര്, ആർക്ക്, ഇതുപോലത്തെ ചോദ്യങ്ങളുടെ ഉത്തരാണെങ്കിലാണ് എന്ത്? ഒബ്ജക്റ്റ്. ഇനി ഇതുപോലെ അല്ലാതെ ഇപ്പോ ചില വാചകങ്ങളില് ആ വാചകം പൂർണ്ണമാകാൻ ആവശ്യമായിട്ട് ചില വാചകങ്ങളുടെ അവസാനത്തിൽ എന്തു വരും? ചിലപ്പോ ചില നാമങ്ങള് അല്ലെങ്കിൽ ചില വിശേഷണങ്ങള്, ചില നാമങ്ങള് അല്ലെങ്കിൽ ചില വിശേഷണങ്ങള് അല്ലെങ്കിൽ ചില പ്രോനൗണുകളൊക്കെ വരും. ഇവയാണ് നമ്മൾ എന്താ പറയാ? കോംപ്ലിമെന്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിള്, ഐ ആം എ ടീച്ചർ. ഐ ആം, ഞാനാകുന്നു. ആം ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ ആരാന്ന് പറയണം. ഐ ആം എ ടീച്ചർ, അല്ലേ? അപ്പൊ ഈ ടീച്ചർ എന്നുള്ളത് ഒരു കോംപ്ലിമെന്റാണ്. കാരണം ആ സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഐ ആം എ ടീച്ചർ. എന്നാൽ ഈ ടീച്ചർ എന്നുള്ളത് ഒബ്ജക്റ്റ് അല്ല. എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല, അല്ലല്ലോ. നോക്കൂ, ഐ ബോട്ട് എ പെൻ. ഐ ബോട്ട്, ഞാൻ വാങ്ങി. എന്ത്? എ പെൻ, പേന. അതുപോലെ അല്ലല്ലോ. അപ്പൊ ഇത്തരത്തില് ഒരു സെന്റൻസിനെ, ഒരു വാചകത്തെ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി വരുന്നതാണ് എന്ത്? കോംപ്ലിമെന്റ് കേട്ടോ. അപ്പൊ ഇത്തരത്തില് ഒരു സെന്റൻസ്, ആ സെന്റൻസിലെ സബ്ജക്റ്റിനെയും കോംപ്ലിമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ലിങ്കിങ് വേർബ്സ്. ഇനി സാധാരണയായി വരുന്ന ചില ലിങ്കിങ് വേർബ്സ് ആണ് ഏതൊക്കെ? ബി എന്നുള്ളത്, ലുക്ക് എന്നുള്ളത്, ഫീൽ എന്നുള്ളത്, അപ്പിയർ, ടേൺ, ഗ്രോ, റിമൈൻ, ബിക്കെയിം. അതായത് ഇപ്പോ ഏത് വെർബുകൾക്കും ഇപ്പൊ ഇന്നത് ഒന്നുമില്ല, മിക്കവാറും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചില വെർബുകൾക്കൊക്കെ ലിങ്കിങ്. ഇപ്പോ ഈ പറഞ്ഞവ നമുക്കിവിടെ ചില എക്സാമ്പിൾസ് ആയിട്ട് നമ്മളോട് നോക്കാൻ വേണ്ടി തന്നതാണ്. അപ്പൊ ഇവ മാത്രമല്ല, അങ്ങനെ കരുതരുത് കേട്ടോ. ഇനി ആദ്യം പറഞ്ഞത് ബി എന്നുള്ളതാണ്. ഈ ബി എന്നുള്ളത് ലിങ്കിങ് വെർബായിട്ട് വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഈസും ആറും ആമും വാസും പേറുകൊണ്ടല്ല, ബി ഫോംസ് ആണ് ബി കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ലുക്ക് അറ്റ് ദി ഫോളോയിങ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് ബി എന്നാണ്. എന്നാൽ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് ഇതാണ്, ഷൈജു ഈസ് ആൻ ആർക്കിടെക്ട്. ഷൈജു ഒരു ആർക്കിടെക്ട് ആണ്. അപ്പൊ നിങ്ങൾ അതിൽ ബി തിരയാൻ നിന്ന് കഴിഞ്ഞാൽ ബി കാണൂല. കാണുമോ? ഇല്ല. അതിലെ ബി എന്നുള്ളത് ഏതാണ്? ഈസ് ആണ് അതിലെ ബി. ഈസ് എന്നുള്ളതുണ്ടല്ലോ, അതാണ് ബി. കാരണം അത് മനസ്സിലാക്കിയാലേ നമുക്ക് തിരഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഷൈജു എന്ന സബ്ജക്റ്റിനെയും ആർക്കിടെക്ട് എന്ന് പറയുന്ന കോംപ്ലിമെന്റ്, കാരണം ആ സെന്റൻസ് പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ ഇതിനെ തമ്മിൽ യോജിപ്പിച്ചത് ഈസ് എന്നുള്ളത് ബി ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഷീ ടേൺഡ് ഹാപ്പി. ഹാപ്പി എന്നുള്ളത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. അതിലുപരി അഡ്ജക്റ്റീവ്, അതൊരു കോംപ്ലിമെന്റും ആണ്, അഡ്ജക്റ്റീവ് ആണ്. അവിടെ കോംപ്ലിമെന്റ് ആയി വന്നത് അഡ്ജക്റ്റീവ് ആണ്.
കേട്ടോ. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തു, ടേൺഡ്. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന കോംപ്ലിമെന്റും ദേ എന്നുള്ളതിനെയും ബിക്കെയിം. ഹി ലുക്സ് ബ്രേവ്. ബ്രേവ് ധീരൻ അഡ്ജക്റ്റീവ. ഹി ലുക്സ്, അവിടെ ലുക്സ് എന്നുള്ളത് കേട്ടോ. അതിന് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തില് സെന്റൻസിലെ സബ്ജക്റ്റിനെയും കോംപ്ലിമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഇതാണ് ലിങ്കിങ് വേർബ്സ്. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് കോംപ്ലിമെന്റ് എന്താണെന്നുള്ളത്. കാരണം അപ്പൊ നമുക്കൊരു ധാരണ കിട്ടും ഇത് എന്താണ്. ഇനി നോക്കൂ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് വെർബ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ് ആണ്. ഫൈനൈറ്റ് വെർബും നോൺ ഫൈനൈറ്റ് വെർബും. അപ്പൊ എന്താണ് ഫൈനൈറ്റ് വെർബ്? ഫൈനൈറ്റ് വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൈറ്റ് വേർബ്സ് ആർ ദോസ് വേർബ്സ് വിച്ച് ചേഞ്ച് ദെയർ ഫോം with a change in number and person of subject. അതായത് ഒരു വാചകത്തിലെ സബ്ജക്റ്റ് മാറുമ്പോൾ, ഒരു വാചകത്തില് സിംഗുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ്, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ വരുന്നതിനും പ്ലൂറൽ വരുന്നതിനും അനുസരിച്ച് മാറുന്ന വെർബ്. അപ്പോൾ സബ്ജക്റ്റിന്റെ എണ്ണം നോക്കിയിട്ട്, സബ്ജക്റ്റിന്റെ എണ്ണം, ചേഞ്ച് ഇൻ നമ്പർ ആൻഡ് പേഴ്സൺ ഓഫ് ദി സബ്ജക്റ്റ് കേട്ടോ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിനനുസരിച്ച് മാറുന്നതാണ് എന്ത്, ഫൈനൈറ്റ് വെർബ്. മാറുന്നത്. ഇപ്പൊ എക്സാമ്പിള്, ഷീ സ്വിംസ് ഫാസ്റ്റ്. ഷീ എന്ന് പറഞ്ഞാൽ നമ്പർ എത്ര ആളുണ്ട്? ഒരാള്. ഷീ സ്വിംസ് ഫാസ്റ്റ്. നമ്മൾ ആ ഷീ മാറ്റിയിട്ട് ദേ എന്ന് കൊടുത്തു. ദേ സ്വിം ഫാസ്റ്റ്. അപ്പൊ ഷീനായപ്പോ സിംഗുലറിന്റെ എസ് വന്നു, ദേനായപ്പോ എന്തില്ല, സിംഗുലറിന്റെ എസ് ഇല്ല. ആ വെർബ് മാറി. എന്തിനനുസരിച്ചിട്ട്? ആ സബ്ജക്റ്റിന്റെ നമ്പർ നോക്കിയിട്ട്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ സബ്ജക്റ്റ്, ഇത് നോക്കിയിട്ട് ആ വെർബ് എന്ത് ചെയ്തു, മാറി. അപ്പൊ ഇത്തരത്തില് മാറുന്ന വെർബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതായത് സബ്ജക്റ്റിന്റെ നമ്പറും പേഴ്സണും, സബ്ജക്റ്റിന്റെ നമ്പറും പേഴ്സണും മാറുന്നതിനനുസരിച്ച് മാറുന്ന വെർബ്. They have different forms in different tenses. ഈ ഫൈനൈറ്റ് വെർബുകളില്ലേ, ഫൈനൈറ്റ് വെർബുകള് വ്യത്യസ്തമായ ടെൻസുകളില് അവയ്ക്ക് ഉപയോഗിക്കാൻ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. വ്യത്യസ്തമായ ടെൻസുകളില് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൈറ്റ് വെർബിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റിൽ ഉപയോഗിക്കാൻ V1 ഉണ്ട്, പാസ്റ്റിൽ ഉപയോഗിക്കാൻ V2 ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാൻ V3 ഉണ്ട് അല്ലെ. ഇങ്ങനെ അതത് ടെൻസിനനുസരിച്ചിട്ടുള്ള രൂപങ്ങളും ഉണ്ട്. ഇനി നോൺ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നോൺ ഫൈനൈറ്റ് വേർബ്സ് ആർ വേർബ്സ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ദെയർ ഫോംസ് with a change in number and person of the subject. അതായത് സബ്ജക്റ്റ് ഉണ്ടല്ലോ, സബ്ജക്റ്റ് മാറുമ്പോൾ മാറാത്ത രൂപം, സബ്ജക്റ്റിന്റെ പേഴ്സൺ, സബ്ജക്റ്റിന്റെ നമ്പർ, സബ്ജക്റ്റിന്റെ പേഴ്സൺ, സബ്ജക്റ്റിന്റെ നമ്പർ, ഇത് മാറുന്നതിനനുസരിച്ച് മാറാത്ത വെർബിന്റെ രൂപം, മാറാൻ പാടില്ല, മാറാത്തത്, അതാണ് ഇത് നോൺ ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ. ഇനി നോൺ ഫൈനൈറ്റ് വേർബ്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കുകയാണ്. ഇനി നോൺ ഫൈനൈറ്റ് വേർബ്സ് 3 വിധമുണ്ട്. നോൺ ഫൈനൈറ്റ് വേർബ്സ് 3 വിധം കേട്ടോ. പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. 3 വിധം ഉണ്ട്. ഏതൊക്കെയാ 3 വിധം? ഒന്നാമത്തേത് ദ ഇൻഫിനിറ്റീവ്, രണ്ടാമത്തേത് ദ പാർട്ടിസിപ്പിൾ, മൂന്നാമത്തേത് ദ ജെറണ്ട്. ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാട്ടോ. ദ ഇൻഫിനിറ്റീവ്, ദ പാർട്ടിസിപ്പിൾ, ദ ജെറണ്ട് കേട്ടോ. ഇതിൽ ഒന്നാമത്തേത് ദ ഇൻഫിനിറ്റീവ്. ഒന്നാമത്തേതാ ഇൻഫിനിറ്റീവ്. അപ്പൊ നോൺ ഫൈനൈറ്റ്, മാറ്റമില്ലാത്ത, മാറ്റം വരാത്ത വെർബിന്റെ രൂപം 3 തരത്തിലുണ്ട്, 3 വിഭാഗമുണ്ട്. ഒന്ന് ദ ഇൻഫിനിറ്റീവ്, ദ പാർട്ടിസിപ്പിൾ, ദ ജെറണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒന്നാമത്തെ ദ ഇൻഫിനിറ്റീവിനെ എടുത്ത് പഠിക്കാണ്. ഇൻഫിനിറ്റീവ്. ദ ഇൻഫിനിറ്റീവ് ഈസ് ഓഫ് 2 ടൈപ്സ്, ടു ഇൻഫിനിറ്റീവ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്. അതായത് ഇനി നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റീവ് 2 വിധമുണ്ട്. ഇൻഫിനിറ്റീവ് 2 വിധം. ഏതൊക്കെയാണ് ഇൻഫിനിറ്റീവിലെ 2 വിധം? ടു ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും. ടു ഇൻഫിനിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഉള്ള വെർബിന്റെ രൂപം, ടു ചേർത്ത വെർബിന്റെ രൂപത്തെയാണ് നമ്മൾ
ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. ടു ഉള്ള വെർബിന്റെ രൂപം. എക്സാമ്പിൾ ടു റൈറ്റ്, ടു ഗോ, ടു ഡ്രിങ്ക്. അതായത് വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എന്ത് ചെയ്യാ, ടു ചേർക്കുക. അതാണ് ടു ഇൻഫിനിറ്റീവ് കേട്ടോ. ഇനി വെർബിന്റെ ഒന്നാമത്തെ രൂപം ടു ഇല്ലാത്തത്, ഇതാണ് വിത്തൗട്ട് ടു, ദാറ്റ് ഈസ് ബെയർ ഇൻഫിനിറ്റീവ് കേട്ടോ. അതായത് വലിയ സംഭവമൊന്നുമല്ല. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ടു ചേർത്ത് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ്. ടു ഇല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും കേട്ടോ. ഇനി നമുക്ക് ടു ഇൻഫിനിറ്റീവിന്റെ യൂസസ് പഠിക്കാം. ഏതെല്ലാം രീതിയിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നു. ഒന്ന്, ആസ് എ സബ്ജക്റ്റ്, അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട്. എക്സാമ്പിൾ ടു വിൻ ദ ടൈറ്റിൽ. ടു വിൻ ദ ടൈറ്റിൽ ഈസ് ഹിസ് ഓൺലി എയിം. അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് ആ സെന്റൻസിൽ ടു ഇൻഫിനിറ്റീവ് ആണ്. ഏത്, ടു വിൻ ദ ടൈറ്റിൽ. ടു വിൻ ദ ടൈറ്റിൽ, ടൈറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളത്. ടു വിൻ ദ ടൈറ്റിൽ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഒരു നാമമല്ല ഈ സെന്റൻസിൽ വന്നിട്ടുള്ളത്. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. ടു വിൻ ദ ടൈറ്റിൽ, ടൈറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളത് ഈസ് ഹിസ് ഓൺലി എയിം, അതാണ് അയാളുടെ ഒരേ ഒരു ലക്ഷ്യം. ഇവിടെ ഈസ് എന്നുള്ളത്, ഈസ് അതാണ് വെർബ്. ആ വെർബിന്റെ മുന്നേ വന്ന ടു വിൻ ദ ടൈറ്റിൽ അതാണ് സബ്ജക്റ്റ്. നോക്കൂ അടുത്തൊരു എക്സാമ്പിൾ, ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഈസ്, ഇവിടെ ഈസ് അതാണ് വെർബ്. ആ വെർബിന് മുന്നേ എന്ത് വന്നു, ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് പുകവലി നിർത്തുക എന്നുള്ളത്, അത് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. അപ്പൊ സബ്ജക്റ്റ് ഏതാ, ടു ഗിവ് അപ്പ് സ്മോക്കിംഗ് അല്ലെ, ടു ഇൻഫിനിറ്റീവ്. ടു ഗിവ് അപ്പ് സ്മോക്കിംഗ് ഈസ്, പുകവലി നിർത്തുക എന്നുള്ളത് ഈസ്, അതാണ് കേട്ടോ. ഈസ് എന്നുള്ളത് വെർബാണ് കേട്ടോ. ഇനി നോക്കൂ അടുത്തത്, അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അടുത്തതായിട്ട് പറയുന്നു ടു ഇൻഫിനിറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അടുത്തായിട്ട് എന്താ പറയുന്നത്, ടു ഇൻഫിനിറ്റീവ് ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റും ആയിട്ട് ഉപയോഗിക്കും, ഒബ്ജക്റ്റ്. നോക്കൂ എക്സാമ്പിൾ, ഷീ വാണ്ട്സ്. ഷീ വാണ്ട്സ്, ഷീ സബ്ജക്റ്റ്, വാണ്ട്സ് എന്നുള്ളത് വെർബ്. എന്താ വേണ്ടത്, ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്, ഷീ വാണ്ട്സ് ടു വിഡ്രോ ദ മണി ഫ്രം ഹർ അക്കൗണ്ട്. ഷീ വാണ്ട്സ്, അവൾക്ക് വേണം. എന്ത്, ഇവിടെ ടു ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവ് ആണ് എന്തായി വന്നിട്ടുള്ളത്, ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെ, നമ്മൾ പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പോലെ. അപ്പൊ നോക്കൂ, ഷീ വാണ്ട്സ് ടു വിഡ്രോ. ഷീ വാണ്ട്സ്, അവൾക്ക് വേണം. എന്ത്, ടു വിഡ്രോ ഹെർ മണി. ഉണ്ടോ, ടു വിഡ്രോ, അപ്പൊ ടു വെച്ച് തുടങ്ങി. അപ്പൊ ഇവിടെ എന്താ വരിക, ടു ഇൻഫിനിറ്റീവ് ആസ് ഒബ്ജക്റ്റ് കേട്ടോ. ടു ഇൻഫിനിറ്റീവ് ആസ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ അടുത്തത്, ദേ ഹാവ് ഡിസൈഡഡ്. ദേ ഹാവ് ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു. എന്ത്, ദേ ഹാവ് ഡിസൈഡഡ് ടു ഡു. ടു വെച്ച് ടു ഡു എക്സസൈസസ് റെഗുലർലി. ടു ഡു എന്താ തീരുമാനിച്ചത്, ടു ഡു ചെയ്യാൻ, ഒബ്ജക്റ്റ് കേട്ടോ. എന്താ തീരുമാനിച്ചത്, എന്ത്, ഉത്തരാണ് ടു ഡു എക്സസൈസസ് റെഗുലർലി. ഇനി അടുത്തത് ടു ഇൻഫിനിറ്റീവ് മൂന്നാമത്തെ യൂസ് ആസ് അഡ്ജക്റ്റീവ്, വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നു. ആസ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ആയിട്ട് കേട്ടോ. അതായത് നാമം കഴിഞ്ഞ് നാമവിശേഷണം, അഡ്ജക്റ്റീവ്. നോക്കൂ എക്സാമ്പിൾ, ദാറ്റ് വാസ് എ ബ്രില്യന്റ് ഗെയിം. ദാറ്റ് വാസ് എ ബ്രില്യന്റ് ഗെയിം, ഗെയിം ആണ് ഇവിടെ നാമം. ദാറ്റ് വാസ് എ ബ്രില്യന്റ് ഗെയിം ടു വാച്ച്, ഗെയിമിന്റെ വിശേഷം ടു വാച്ച്, കൊള്ളാവുന്നത്. എങ്ങനത്തെ ഗെയിം, ഗെയിം ടു വാച്ച്. അപ്പൊ ടു ഇൻഫിനിറ്റീവ് എന്തായിട്ട് വന്നു, അഡ്ജക്റ്റീവ് ആയിട്ട്. ഗെയിം ടു വാച്ച്, കാണാൻ കൊള്ളാവുന്ന ഗെയിം കേട്ടോ, ഗെയിം ടു വാച്ച്. അടുത്ത എക്സാമ്പിൾ, ഇറ്റ് ഈസ് ടൈം. ടൈം ആണ് നാമം. ഇറ്റ് ഈസ് ടൈം ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഇറ്റ് ഈസ് ടൈം, എങ്ങനത്തെ സമയം, സമയത്തിന്റെ വിശേഷണമാണ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ലൈറ്റ് കെടുത്തേണ്ട സമയം, സമയത്തിന്റെ വിശേഷണം. അതും ഏത്, ടു സ്വിച്ച് ഓഫ്, ടു ഇൻഫിനിറ്റീവ്. അപ്പൊ ടു ഇൻഫിനിറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് വന്നു. അടുത്തത് ആസ് ആഡ്വർബ് ആയിട്ട്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ മോഡിഫൈ ചെയ്യുക കേട്ടോ. വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഒരു പ്രവൃത്തി എങ്ങനെ നടന്നു. നോക്കൂ, ഷീ ഈസ് ഈഗർ. ഷീ ഈസ് ഈഗർ ടു ടോക്ക് ടു യു. ടു ടോക്ക്,
ഷീ ഈസ് ഈഗർ ടു ടോക്ക് എന്നുള്ളത്. ഷീ ഈസ് ഈഗർ, അവൾ ഈഗർ ആണ്. എന്തിന്? ടു ടോക്ക്. ആ ടു ടോക്ക് എന്നുള്ളതാണ് എന്ത്? ടു ഇൻഫിനിറ്റീവ്. ഇവിടെ ആഡ്വർബ് ആയിട്ടാണ് വന്നത്. ഷീ ഈസ് ഈഗർ എന്തിന്? ടു ടോക്ക് ടു യു, നിന്നോട് സംസാരിക്കാൻ. അടുത്ത എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഗുഡ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഹിയർ. ഇറ്റ് ഈസ് ഗുഡ് ടു ഹിയർ, കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഗുഡ്, ഇത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഹിയർ, കേൾക്കുന്നത്. അപ്പൊ ഇതിവിടെ ആഡ്വർബ് ആണ്. ഇനി അടുത്തത് ആസ് ദ കോംപ്ലിമെന്റ് ഓഫ് എ വെർബ്. ഒരു വെർബിന്റെ കോംപ്ലിമെന്റ് ആയിട്ടും എന്ത് വരും? ടു ഇൻഫിനിറ്റീവ് വരും. കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് വെർബിന് ശേഷം ആ സെന്റൻസ് അവസാനിക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെർബിന് ശേഷം ടു ഇൻഫിനിറ്റീവിലായിരിക്കും ഈ സെന്റൻസ് എന്ത് ചെയ്യുക? അവസാനിക്കുക. അപ്പോഴാണ് ടു ഇൻഫിനിറ്റീവ് എന്തായിട്ട് വരിക? കോംപ്ലിമെന്റ് ആയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ, ഹി ഈസ് ആണ് ഇവിടുത്തെ വെർബ്. ഇനി അത് അവസാനിപ്പിക്കണം അല്ലെ? ഹി ഈസ് ടു റീച്ച് ദാറ്റ് പ്ലേസ് ബിഫോർ മൺഡേ മോർണിംഗ്. അതൊരു വലിയ വരിയാണ്. പക്ഷെ ആ വലിയ വരിയില് ഈസിന് ശേഷം വരുന്ന കോംപ്ലിമെന്റ്, കാരണം ആ സെന്റൻസിനെ അവസാനിപ്പിക്കേണ്ടത് ടു വെച്ച് തുടങ്ങുന്ന, ടു വാച്ചിലാണ് തുടങ്ങുന്നത്. സോറി, ടു റീച്ചില്. അതോ ഹി ഈസ്, ഞാൻ പറയുന്നത് കോംപ്ലിമെന്റാണ്. ഹി ഈസ് ടു റീച്ച് ദാറ്റ് പ്ലേസ് ബിഫോർ മൺഡേ മോർണിംഗ്. അതുപോലെ തന്നെ അടുത്തത് ഷീ വാണ്ടഡ് മീ. ഷീ വാണ്ടഡ് മീ. ഇനി ആ സെന്റൻസ് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. ഷീ വാണ്ടഡ് മീ, കാരണം അവൾക്ക് എന്നെ ആവശ്യമാണ്. ഞാൻ എന്ത് ആവശ്യമാണ്? എന്ത്? ടു ലീവ് ഹെർ ഹൗസ്, അവളുടെ വീട്ടിൽ നിന്നും ഞാൻ പോവാൻ. ഷീ വാണ്ട് മീ ടു ലീവ് ഹെർ ഹൗസ്. ടു ലീവ് ഹെർ ഹൗസ്. ആ ടു ലീവ് ഹെർ ഹൗസ് വരുമ്പോഴാണ് ആ സെന്റൻസ് എന്താവുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. ദാറ്റ് ഈസ്, അതാണ് കോംപ്ലിമെന്റ്. അപ്പൊ ഇത്തരത്തില് അപ്പൊ നമ്മളിപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ ഫ്രണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താണ് ലിങ്കിങ് വേർബ്സ്, അതുപോലെ ഫൈനൈറ്റ് വേർബ്സ്, നോൺ ഫൈനൈറ്റ് വേർബ്സ്. പിന്നെ നോൺ ഫൈനൈറ്റ് വേർബ്സിന്റെ 3 ടൈപ്പുകൾ: ഇൻഫിനിറ്റീവ്, പാർട്ടിസിപ്പിൾ, ജെറണ്ട്. ഇതില് ഇൻഫിനിറ്റീവിന്റെ 5 യൂസുകളും നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇൻഫിനിറ്റീവ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാ? ഇൻഫിനിറ്റീവിൽ 2 ടൈപ്പ് ഉണ്ട്. ടു ഇൻഫിനിറ്റീവ്. അപ്പൊ ടു ഇൻഫിനിറ്റീവ് ആണ് കംപ്ലീറ്റ് ആയത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ, ബെയർ ഇൻഫിനിറ്റീവ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.